അല്ല അതല്ല ആദ്യം ഞാനാണ് പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. അത് ഒന്നിച്ച് കാണാൻ തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങോട്ട് മാറിയത്. അങ്ങനെ ഡൗട്ട് വേണ്ട കേട്ടോ. അല്ല ഞാനാണ് കാണാൻ തീരുമാനിച്ചത്. അല്ല ആ നിലപാട് അവർ സമയത്ത് സ്വീകരിക്കും. തീർച്ചയായിട്ടും അവർക്ക് സംരക്ഷണം കൊടുക്കും, UDF സംരക്ഷണം കൊടുക്കും, അത് സംശയമൊന്നുമില്ല. ഈ വിഷയത്തില് CPM വലിയ ആരോപണങ്ങൾ മാത്യു കൊള്ളനാടൻ MLA-ക്കെതിരെ ഉന്നയിച്ചിരുന്നു. മാത്യു കൊള്ളനാടൻ ഇടപെട്ടതിന് ശേഷമാണ് കലാരാജുവിന്റെ നിലപാടുകൾ മാറിയത്, ആശുപത്രിയിൽ മാധ്യമങ്ങളെ കണ്ടത്, മാത്യു കൊള്ളനാടൻ പണം നൽകി, അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടി എന്താണ്? അതിനൊരു മറുപടി പറഞ്ഞു. അല്ല, ഇവിടുത്തെ അന്വേഷണവും അധികാരവും ആഭ്യന്തര വകുപ്പും പോലീസും വിജിലൻസും എല്ലാം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണല്ലോ, പിണറായി വിജയന്റെ കയ്യിലാണല്ലോ. അപ്പോൾ അത് അന്വേഷിക്കുകയോ നടപടി കേസെടുക്കുകയോ പ്രൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാലോ. മാത്യു കുഴൽനാടൻ രാഷ്ട്രീയ ധാർമ്മികത വിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നെ എക്സ്പോസ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും കടമയും ഭരണപക്ഷത്തിനുള്ളതല്ലേ. അവർ ചെയ്തോട്ടെ. ഐ എം ഓപ്പൺ. ഏത് കാര്യത്തിനും ഞാൻ സഹകരിക്കും. അല്ല, കൗൺസിലിനടുത്ത് നടന്ന കാര്യം എനിക്കറിയില്ല, അവരോട് ചോദിക്കരുത്. അല്ല, എനിക്കറിയില്ല എന്താ നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ഊഹം കിട്ടുന്നില്ല. ഈ CPM-ന്റെ പല ഉന്നതരും ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു, FIR-ലിട്ടപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് പലരും അതിനകത്ത് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടില്ല. ആ പലരും പല വേദികളിലും പിന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അല്ല, ഈ പോലീസ് അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് പരസ്യമായി നടന്ന സംഭവത്തോട് ഹൈക്കോടതി പറഞ്ഞിട്ട് സംരക്ഷണം കൊടുക്കാതിരിക്കുന്ന പോലീസ് ഈ അന്വേഷണം സത്യസന്ധമായി നടത്തുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. പോലീസ് CPM-ന്റെ ചട്ടുകമായി പ്രവർത്തിക്കുക. ഇത്രയും പോലീസ് സേന ഇത്രയും അധപ്പതിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. ഈ കുറഞ്ഞ പക്ഷം ഈ കാക്കി കുപ്പായ ഇടുന്ന ഈ ഉദ്യോഗസ്ഥരെങ്കിലും ആ കുപ്പായത്തോടെങ്കിലും ഒരു മാന്യത കാണിക്കാൻ, റെസ്പെക്ട് കാണിക്കാൻ തയ്യാറാണ്. പക്ഷെ അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കലാരാജു മൊഴി നൽകിയതിനുള്ള എല്ലാ ഈ മുൻകൂർ ജാമ്യം ലഭിച്ച അത്രയും പ്രതികളെ ഉള്ളോ കലാരാജുവിനെ ആക്രമിച്ചിട്ടുണ്ട്? അതോ മൊഴിയിൽ വേറെ ആളുകളും കൂടുതലുണ്ടോ? അല്ല, പരസ്യം നടന്ന സംഭവമല്ലേ, ധാരാളം പേര് ഇൻവോൾവ് ആണല്ലോ. അല്ല, പോലീസ് ചെയ്യില്ലല്ലോ. പോലീസ് CPM-ന്റെ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന പോലീസിന് CPM നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജവം ഉണ്ടാവില്ല. ആർജവം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ കേസ്. അതുകൊണ്ടാണല്ലോ ഇപ്പോ പോലീസിന്റെ കൃത്യവിലോപം മാത്രമല്ല ഗുരുതരമായ വീഴ്ചയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് വന്നിട്ടും ഒരു പോലീസുകാരനെതിരെ പോലും നടപടി എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഉന്നതങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉള്ളതുകൊണ്ടല്ലേ, ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അല്ല, അത് ഞാൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ് മുദ്രക്കച്ചവടമാണ് നടത്തിയത്, പണാധിപത്യത്തിലാണ്, ജനാധിപത്യത്തെ അട്ടിമറിച്ചെന്നൊക്കെ CPM പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയമായി സംരക്ഷണം കലാരാജുവിന് ഒരുക്കും എന്തെങ്കിലും രാഷ്ട്രീയപരമായ പ്രചരണ പരിപാടികൾ കോൺഗ്രസ് ആലോചിക്കുന്നു? തീർച്ചയായിട്ടും. കലാരാജുവിന്റെ സംഭവം എന്തുകൊണ്ടാണ് CPM ഈ കുതിരക്കച്ചവടം കോൺഗ്രസ് നടത്തിയെന്ന് പറയാൻ കാരണം അറിയാം. കലാരാജു ആ പാർട്ടിയുമായി വിയോജിച്ചൊരു നിലപാടെടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് അവർ തന്നെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു. ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകയുടെ കുടുംബത്തിന് വല്ലാത്ത ഒരു പ്രയാസകരമായ അവസ്ഥ വന്നപ്പോൾ അവരുടെ സ്വത്ത് പോലും തട്ടിയെടുക്കുന്ന നിലയിലേക്ക് CPM നേതാക്കന്മാർ പ്രവർത്തിച്ചു. നമുക്ക് ആർക്ക് അന്വേഷിച്ചാലും അറിയാം. ആ ഒരു കൂടി ഞങ്ങളാരും ഇവിടെ ആരെയും കാലു മാറ്റാനോ കുതിരക്കച്ചവടം നടത്താനോ ഞങ്ങൾ പിന്നാലെ പോയതല്ല. പക്ഷേ ഞങ്ങളെ കാര്യങ്ങൾ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ എത്ര ക്രൂരമായിട്ടാണ്, എത്ര ഒരു മനസാക്ഷി ഇല്ലാതെയാണ് തങ്ങളോടൊപ്പം ആ പാർട്ടിയോടൊപ്പം 25 വർഷക്കാലത്തിലേറെ പ്രവർത്തിച്ച ഒരു കുടുംബത്തിന്റെ സ്വത്ത് ഈ CPM നേതാക്കന്മാർ തട്ടിയെടുത്തത്. അതാണ് യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നം പുറത്തു വരാതിരിക്കുകയും ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് കുതിര കച്ചവടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും.